ബിസിനസ് വിജയം ബന്ധങ്ങളിലൂടെ ഊട്ടിയുറപ്പിക്കാം. സ്നേഹിതരെ, നമസ്കാരം. സൺഡേ വൈബ്സിലേക്ക് സ്വാഗതം. നമുക്കറിയാം, ഒരു ബിസിനസ് തുടങ്ങാൻ വേണ്ടി പണം വേണം, ഒരു ഐഡിയ വേണം, അതിന് പുറകിൽ നല്ല രീതിയിലുള്ള കഠിനാധ്വാനവും വേണം. പക്ഷേ ഇതൊക്കെ കൊണ്ട് മാത്രം ഒരാൾ വിജയിക്കുമെന്ന് ഉറപ്പ് നൽകാനാവില്ല. പലപ്പോഴും ഒരു ബിസിനസ് ഉയരുന്നതും വിജയിക്കുന്നതും കൂടെ നിൽക്കുന്ന ടീമിനെ കൊണ്ടും നമ്മുടെ ഉപഭോക്താക്കളുമായുള്ള ബന്ധങ്ങളെ കൊണ്ടുമാണ്. പീപ്പിൾ ഡോണ്ട് ബൈ വാട്ട് യു സെൽ, ദേ ബൈ വൈ യു സെൽ ഇറ്റ്. നിങ്ങളുടെ ഉൽപ്പന്നത്തെക്കാൾ നിങ്ങളുടെ ലക്ഷ്യവും വിശ്വാസവുമാണ് ജനങ്ങൾക്ക് പ്രാധാന്യമുള്ളത് എന്ന് പറഞ്ഞാൽ വളരെ വ്യക്തമാണ്. ഒരു ഉപഭോക്താവ് ഉൽപ്പന്നമല്ല, വിശ്വാസമാണ് നിങ്ങളിൽ നിന്ന് വാങ്ങുന്നത് എന്നത് ചുരുക്കം. അതുകൊണ്ട് ഞാൻ പറയുന്നു, വിശ്വാസമാണ് ഒരു ബിസിനസ്സിൻ്റെ ഏറ്റവും വലിയ മൂലധനമെന്ന്. ഒരു ഷോപ്പിംഗ് വരുന്നതിനും വീണ്ടും വീണ്ടും വരുന്നതിനും ഇടയിൽ ഒരേ ഒരു കാരണമുണ്ടാകാം, അത് വിശ്വാസം മാത്രമാണെന്ന് കാണാൻ കഴിയും. ട്രസ്റ്റ് ഈസ് ദ ഓൺലി ഇൻഷുറൻസ് ഫോർ ടുമോറോ. വിശ്വാസം എന്നത് നഷ്ടപ്പെടാൻ ഒരു സെക്കൻഡ് മതി, എന്നാൽ വീണ്ടും നേടിയെടുക്കാൻ വർഷങ്ങൾ വേണ്ടിവരും. അതുപോലെ തന്നെ ബന്ധങ്ങളും വിശ്വാസങ്ങളും ഇല്ലാതെ ഒരു ബ്രാൻഡില്ല തന്നെ. A brand is no longer what we tell the consumer it is. It is what consumers tell each others it is. നിങ്ങളെക്കുറിച്ച് തന്നെ പറയുന്നത് അത്ര പ്രധാനമല്ല. ഉപഭോക്താക്കൾ തമ്മിൽ നിങ്ങളെക്കുറിച്ച് പറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ബിസിനസ്സുകാരായ നാം പറയുന്നത് പോരാ, ഉപഭോക്താക്കൾ തമ്മിൽ പറയുന്നതാണ് നമ്മുടേത് മാർക്കറ്റിൽ ബ്രാൻഡായി മാറുന്നത്. അതിനാൽ നല്ല അനുഭവം കൊടുക്കുക, ഒരു പ്രശ്നം വന്നാൽ കേൾക്കുക, അടിയന്തരമായി പരിഹരിക്കുക. ഇതൊക്കെയാണ് ഒരു ബിസിനസ്സിൻ്റെ മൂലധനം. അങ്ങനെ വളരുന്ന ബന്ധങ്ങൾ ആവർത്തിച്ചുള്ള വിൽപ്പനയ്ക്ക് കാരണമാകും. ഒരു ഉപഭോക്താവിൻ്റെ വിശ്വാസം ആർജിച്ചെടുക്കുക എന്നത് പുതിയ ആളുകളെ കണ്ടെത്തുന്നതിനേക്കാൾ മൂല്യവത്താണ്. എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സ് ആർ ഈസിയർ ടു സെൽ ടു ദാൻ ന്യൂ വൺസ്. നിങ്ങളുടെ ഒരു ഉൽപ്പന്നം അല്ലെങ്കിൽ ഒരു സേവനം നേരത്തെ ഉപയോഗിച്ച ആളുകൾക്ക് വീണ്ടും അത് വാങ്ങാൻ സാധ്യത കൂടുതലാണ്. കാരണം അവർക്കിതിനകം വിശ്വാസം ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ പഴയ ഉപഭോക്താക്കളെ നിലനിർത്തുന്നത് ബിസിനസ്സിന് വളരെ പ്രധാനമാണ്. ഉപഭോക്താവിന് നല്ലൊരു അനുഭവം നൽകിയാൽ അവർ വീണ്ടും വീണ്ടും വരും. അതാണ് ആഴത്തിൽ നിലനിർത്തുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ ടീം നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങളുടെ കൂട്ടുകാരെ പോലെ പ്രധാനപ്പെട്ടവർ തന്നെയാണ്. നിങ്ങളുടെ ജീവനക്കാർ സന്തുഷ്ടരായില്ലെങ്കിൽ ഉപഭോക്താക്കളെ സന്തോഷിപ്പിക്കാൻ അവർക്ക് കഴിയില്ല. ഹാപ്പി എംപ്ലോയീസ് ക്രിയേറ്റ് ഹാപ്പി കസ്റ്റമേഴ്സ്. ഒരു കസ്റ്റമർക്ക് നിങ്ങൾ നൽകുന്ന സമ്മാനങ്ങളെക്കാൾ വില കൂടിയ ഒന്നുണ്ട്, അതാണ് സമയം. നിങ്ങളുടെ ബിസിനസ്സിൻ്റെ ഉപഭോക്താവിനും ജീവനക്കാരനും നിങ്ങൾ ചെലവഴിക്കുന്ന സമയം എന്ന് പറയുന്നത് ഒരു സമ്മാനമാണ്. അതുകൊണ്ട് തന്നെ വില കൂടിയ ഓഫറുകൾ നൽകേണ്ടതില്ല. കാത്തിരിക്കാൻ സന്നദ്ധത കാണിക്കുക, സംസാരിക്കാൻ തയ്യാറാവുക. അതാണ് തിരിച്ചുവരവ് ഉറപ്പാക്കുന്ന മാർഗമെന്ന് അടിവരയിട്ടുകൊണ്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നല്ല ബിസിനസ്സിലെ നല്ല ബന്ധങ്ങൾ നമ്മളറിയാതെ വലിയ മാർക്കറ്റിംഗ് ആണ് ഉണ്ടാക്കുന്നത്. ഒരു സന്തുഷ്ട ഉപഭോക്താവ് 5 പേർക്ക് നമ്മെ ശുപാർശ ചെയ്യും. ഒരു അസന്തുഷ്ട ഉപഭോക്താവ് 10 പേർക്ക് പറഞ്ഞു കൊടുക്കും അവർ വിശ്വാസയോഗ്യരല്ലെന്ന്. വേർഡ് ഓഫ് മൗത്ത് ഈസ് മോർ പവർഫുൾ ദാൻ എനി ആഡ് ക്യാമ്പയിൻ എന്നത് മാത്രം ശരിയാണ്. ജനങ്ങൾ തമ്മിൽ പറയുന്ന സത്യസന്ധമായ അനുഭവങ്ങൾ വിശ്വാസം ഉണ്ടാക്കാനും വിൽപ്പന കൂട്ടാനും പരസ്യങ്ങൾക്ക് പോലും കഴിയാത്തൊരു ശക്തി നൽകുന്നു. അതുകൊണ്ടാണ് ഉപഭോക്താക്കളുടെ ആത്മസംതൃപ്തി, വിശ്വാസം, മൗത്ത് പബ്ലിസിറ്റി എന്നിവ ബിസിനസ്സിന് അത്യന്താപേക്ഷിതമാകുന്നത്. വില കനക്കുന്നതല്ല, ബന്ധം കനക്കുന്നതാണ് വിജയത്തിൻ്റെ അടിത്തറ. നമ്മുടെ സ്ഥാപനത്തിൻ്റെ വിലക്കുറവിനേക്കാൾ ഒരു കസ്റ്റമറെ ആദരവോടെ ചേർത്ത് നിർത്താൻ നമുക്ക് സാധിക്കണം. ഒരാളോട് സർ നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം വേണോ എന്നൊരു ചോദ്യമാകാം പലതും വാങ്ങിപ്പോകാനുള്ള പ്രേരണ എന്നതാണ് യാഥാർത്ഥ്യം. പ്രിയമുള്ളവരെ, ഈ ആധുനിക ഡിജിറ്റൽ കാലത്ത് പോലും പച്ചയായ മനുഷ്യ ഹൃദയങ്ങളിലേക്കുള്ള വഴി ഇനിയും ബന്ധങ്ങൾ വഴിയാണ്. നാം ആളുകളെ ആദരിക്കണം,
അവരെ കേൾക്കണം, അവർക്കൊപ്പം നിൽക്കണം. ആ ബന്ധങ്ങളാണ് നമ്മെ ഉയരത്തിലേക്കും വിജയത്തിലേക്കും എത്തിക്കാൻ സാധിക്കുന്ന പ്രധാന മൂലധനം. യുവർ നെറ്റ്വർക്ക് ഈസ് യുവർ നെറ്റ് വർത്ത്. അതിനാൽ പണവും ഐഡിയയും ഇല്ലെങ്കിലും ആശങ്കപ്പെടേണ്ടതില്ല. ഒരു നല്ല ബന്ധമുണ്ടെങ്കിൽ വിജയം ഒരു ദിവസം വന്നണയും. നന്ദി, നമസ്കാരം.